എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് കൃഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ കുറച്ചു നാളിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ കുറിച്ച്. അതിന് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപാട് വേദനാജനകമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓരോരുത്തർ എന്നോട് പറഞ്ഞിരുന്നു. ഒരുപാട് നമുക്ക് പ്രയാസമുണ്ടായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് അതെല്ലാം കൂടുതലും സ്ത്രീകളായിരുന്നു. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ച് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർ എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇവിടെ പുരുഷന്മാരുമുണ്ട് ഇതുപോലൊക്കെ സങ്കടങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ രണ്ടാമത്തെ പ്രാവശ്യം അന്നേരം ഞാൻ ക്ലാസ്സിലായിരുന്നു. പിന്നെ അതിനുശേഷം എന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു. അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മനപ്രയാസമായി പോയി. ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോകും. ആ മനുഷ്യന്റെ കഥയാണ് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചു. ഇത് മറ്റു പലർക്കും, അനേകം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ആള്, സ്ഥലവും പേരും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ജോലിയൊക്കെ ചെയ്ത് എല്ലാം സമ്പാദിച്ച് ആ മനുഷ്യന്റെ കുട്ടിക്കാലം എന്നോട് പറഞ്ഞ കാര്യമാണ്. കുട്ടിക്കാലം ഒക്കെ വളരെ വിഷമം പിടിച്ചതായിരുന്നു. അനാഥത്വം ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മ. അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു എന്നാണ്. അങ്ങനെ ആരോ ഒരാള് സപ്പോർട്ട് ചെയ്ത് ഈ മനുഷ്യനെ പഠിപ്പിച്ച്, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി ഒരു MPhil വരെ കണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അത് ഗവൺമെന്റ് ഓഫീസിൽ PSC ഒക്കെ എഴുതി കിട്ടി. പിന്നെ ഗസറ്റഡ് റാങ്കിൽ വരെ വന്നു. അങ്ങനെ പുള്ളി ഇപ്പം പെൻഷനായി. ഒരു 62-63 വയസ്സുണ്ടെന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പുള്ളി കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് അതിനു മുന്നേ ആ ജോലിയൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ വൈഫിന് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. കുറേ ഷെയർ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. വസ്തുക്കളുണ്ട്, വീടല്ല. അപ്പം ഈ മനുഷ്യന്, നമുക്കിപ്പം ഗവൺമെന്റ് സർവന്റ് ജോലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ലോൺ എടുത്ത് വീടൊക്കെ വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ പുള്ളിയുടെ മൈൻഡിൽ ഒരു ഇമാജിൻ ഉണ്ടായിരുന്നത്, നല്ലൊരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പറഞ്ഞു. ആ ഒരു വീട് ഈ ഭാര്യയുടെ സ്വത്തിൽ വെച്ചു. അപ്പം ഈ മനുഷ്യന് സ്വത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വലിയൊരു വീട് ഒരുപാട് രൂപ ചെലവാക്കി, എത്രയോ സ്ക്വയർ ഫീറ്റിന്റെ കണക്കൊക്കെ എന്നോട് പറഞ്ഞു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയത്തുമില്ല. വലിയൊരു വീട് ആ ഒരു സ്ഥലത്ത്, വൈഫിന്റെ സ്ഥലത്ത് ഷെയറിൽ ഒരു വീട് വെച്ചു. അപ്പം എന്താ, എന്റെ ഭാര്യയല്ലേ. അപ്പം നമ്മൾ രണ്ടുപേരും ഒന്നാണല്ലോ എന്ന രീതിയിലാണ് വീടൊക്കെ വെച്ച് വലിയ രീതിയിലൊക്കെ നന്നായിട്ടൊക്കെ കല്യാണം, മക്കളൊക്കെ ആയി. മക്കളും വലുതായി. മക്കളെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ അവർക്കും 1-2 പേർക്ക് ഗവൺമെന്റ് 3 മക്കളോ അങ്ങണ്ടാന്ന് തോന്നുന്നു പറഞ്ഞ് ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കിപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അത് നല്ല നല്ല രീതിയിൽ ജീവിക്കുകയാണ്. നല്ലൊരു വീടും ഒക്കെ വെച്ച് സന്തോഷമായിട്ട്. അപ്പൊ അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. മക്കളും ഒക്കെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യനെ അങ്ങ് ഒറ്റപ്പെടുത്തുവാണെന്നാണ് പറഞ്ഞത്. അത് വളരെ ഇതായിട്ടാണ് എന്നോട് പറഞ്ഞത്. എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി സങ്കടജനകമായ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. വൈഫിനിപ്പം ഹസ്ബൻഡിനോടൊരു സ്നേഹക്കുറവ്, പുള്ളിയോടൊരു ഒരുമാതിരിയൊക്കെ ഉള്ളൊരു സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഒറ്റപ്പെടുത്തുക എന്നതാണ്. മക്കളുമായിട്ട് ചേർന്നു, ആ മനുഷ്യൻ പറഞ്ഞാണേ, മക്കളുമായിട്ട് ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആ വ്യക്തിയുടേതായ ഒന്നും തന്നെ ഇല്ല. കിട്ടിയത് മുഴുവൻ ഭാര്യയുടെ പേരിലാണ് ഈ വീട് വെച്ചത്. അതും ഭാര്യയുടെ മാത്രം പേരിൽ. പിന്നെ അത് കൂടാതെ നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോഴും ആ പൈസയും കൊണ്ടുവന്ന് വൈഫിനും മക്കൾക്കും കൂടാണ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം, ഞാൻ ഇനി എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞു, സാറ് ചെയ്ത വലിയ മണ്ടത്തരം, അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഭാര്യയ്ക്ക് വേണ്ടി അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കൊടുത്തിട്ട് ആ മനുഷ്യൻ ഇപ്പൊ ഒറ്റപ്പെടുകയാണ്. വളരെ ഒരു വണ്ടി എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടെന്ന് പറഞ്ഞു, ബാക്കി എല്ലാം വൈഫിന്റെ പേരിലാണ്. അത്രയും വളരെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് ഉള്ളതാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം.
ഒരുപാട് സങ്കടത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യണം, നിയമത്തിൽ പോണോ, എന്താണ് ചെയ്യുന്നത്, നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്തിനി പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ആ മനുഷ്യനെ ഉപദ്രവിക്കുക വരെ ചെയ്യുമെന്നാ പറഞ്ഞത്. മക്കളൊക്കെ കല്യാണം കഴിച്ചു, അവരൊക്കെ സെപ്പറേറ്റ് ആയി. ആ സെപ്പറേറ്റ് വീടൊക്കെ വെച്ചപ്പോഴും ഈ മനുഷ്യൻ ഒരുപാട് സഹായിച്ചു. പക്ഷെ ഇപ്പൊ ഒരു കറിവേപ്പില പോലെ എന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. എന്റേതായ പേരിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ താമസിക്കുന്ന വീട് അവർക്ക് വിൽക്കണമെന്നാണ്. അവർക്ക് വിറ്റിട്ട് അവർക്ക് കുറെ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ്. ഈ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ വീട്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കരമായ സങ്കടകരമായ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് കേട്ടിട്ട് തന്നെ ഒരു വിഷമം. അപ്പൊ അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് എന്ത് തന്നെ ഉണ്ടായാലും നമ്മളെല്ലാം മറ്റൊരാളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ, ഭാര്യയായാലും ഭർത്താവായാലും ശരി, ഇപ്പൊ ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ അത് രണ്ടുപേരുടെയും കൂടെ പേരിലായിരിക്കണം ഒരു വീട്. അല്ലാതെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ അല്ല ചെയ്യേണ്ടത്. ആ നമുക്കും കൂടെ അതിനകത്ത് അവകാശം വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ മനുഷ്യനെ പോലെ നമ്മൾ പുറത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാകണം. ഒരുപാട് പേര് ഇതുപോലെ ഉണ്ട് പുറത്ത് പറയാത്ത. ആ മനുഷ്യനെ ഇത് എന്റെ വീഡിയോ കണ്ടിട്ട് വളരെ സങ്കടമായിട്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. കുറച്ചു നാളായി. ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മളെല്ലാം മറ്റൊരാൾക്ക് വേണ്ടി അങ്ങ് ചെയ്യുകയാണ്. ഭർത്താവാണെങ്കിൽ എന്താ, ഭാര്യയുടെ പേരിൽ ഭാര്യ രണ്ടുപേരുടെ കൂടെ പേരിലാണെങ്കിൽ രണ്ടുപേരുടെ പേരിലും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് മൊത്തവും എന്റെ ഭാര്യയുടെ പേരിൽ കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവരെ നോമിനിയാക്കാം, അല്ലെങ്കിൽ അവർക്കും കൂടെ ഉള്ള ഒരുമിച്ചൊരു രണ്ടും കൂടെ രജിസ്റ്റർ ചെയ്യാം. ഇതൊന്നുമല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു, അങ്ങനെ നമ്മൾ കാണിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കെ. നമ്മളെല്ലാവരും സ്ത്രീകളാണ്. നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മക്കളാവും ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഹസ്ബൻഡിനെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞും ഹസ്ബൻഡിനെ കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ മക്കളെ കാണുന്നത്. അത് നമ്മൾ ആലോചിക്കണം. അപ്പൊ എല്ലാം നമുക്ക് തന്ന് എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം മക്കള് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഭർത്താക്കന്മാരെ പുറന്തള്ളപ്പെടുന്ന അനേക സ്ത്രീകളുണ്ട്. ഞാനും സ്ത്രീയാണ്, പക്ഷെ ഞാൻ പറയുകയാണ്, ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പല ആൾക്കാരും എന്നോട് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യരുത്. നമുക്കിനി എത്ര മോശപ്പെട്ട ഒരാളാണെങ്കിലും നമുക്കൊരു സംരക്ഷണം തരുന്നത് അത് നമ്മുടെ ഭർത്താവ് തന്നെയാണ്. ഇനി അവൻ എത്ര കള്ളുകുടിയനായാലും എന്തുവായാലും ആ മനുഷ്യൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു കെയറാണ്. നമ്മളോട് ആരും മറ്റൊന്നും ചോദിക്കത്തില്ല. അപ്പൊ നമ്മൾ ചില ആൾക്കാർ അങ്ങനെയല്ല. മക്കൾ വളർന്നു കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഇനി മക്കളുണ്ടല്ലോ നമ്മളെ നോക്കും, ഇനി ഹസ്ബൻഡ് ഒരു വേസ്റ്റ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് പാപമാണ്. ഇത് തന്നെ ആലോചിച്ചു നോക്കുക. ആ മനുഷ്യൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മൊത്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കൊടുത്തു. ആ മനുഷ്യന്റെ മണ്ടത്തരമാണ് അത്. അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നമുക്കായിട്ട് എന്തെങ്കിലും കരുതണം. പിന്നെ ആ വ്യക്തിക്ക് ഒരു ഉപകാരമുണ്ട്, പെൻഷൻ കിട്ടും. ഇപ്പൊ ആ പെൻഷൻ കിട്ടിയ പൈസ കൂടി അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നതെന്നാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കേ. പെൻഷൻ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പൊ ജീവിക്കുന്നു. മക്കളൊന്നും ആരും ഒന്നും കൊടുക്കത്തില്ല. അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ താമസിക്കുന്ന വീട് വിൽക്കണമെന്ന് വെച്ചാൽ അവരുടെ പേരിലല്ലേ. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യല്ലേ. ഈ മനുഷ്യനൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് കാരണക്കാരൻ ആരാണ്? അദ്ദേഹം തന്നെയാണ് കാരണക്കാരൻ. നമ്മുടെ എന്തോന്ന് നമ്മൾ വിട്ടുകളഞ്ഞ്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമുക്ക് എന്തുണ്ടെങ്കിലും അത് ഒന്നേ നമ്മൾ രണ്ടുപേരുടെയും കൂടെ പേരിൽ, അല്ലെങ്കിൽ അവരവരുടെ പേരിൽ ചെയ്യുക. നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കാമല്ലോ, മക്കൾക്കും കൊടുക്കാമല്ലോ. അപ്പൊ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പം ആരുടെ തന്നെ പൈസയാണെങ്കിലും അത് രണ്ടുപേരുടെയും കൂടെ ആക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം എന്റെ ഭാര്യയുടെ സ്ഥലത്ത് കൊണ്ട് വീട് വെക്കുമ്പോ അദ്ദേഹം വിചാരിച്ചെന്താ, നമ്മുടെ വീടല്ലേ, നമ്മുടെ ഭാര്യയാണ് എന്നുള്ള രീതിയിലായിരിക്കും ചെയ്തത്. ഒരു വ്യക്തികൾ പോലും അങ്ങനെ പരസ്പരം, ഭാര്യയായാലും ഭർത്താവായാലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ പുറത്താകേണ്ടി വരും. വളരെ അവരെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഭർത്താക്കന്മാരെയൊക്കെ ഉപദ്രവിക്കുക എന്നൊന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വിഷമമല്ല. അവരിൽ നിന്ന് അവരുടെ ആയ കാലത്ത് അവരിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം അവരെ വെറും ഒരു വേസ്റ്റ് പോലെ കളയുക എന്ന് പറഞ്ഞാല് അത് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ്. ഇതിപ്പം ഒരാളല്ല, ഒരു ഭർത്താവല്ല ഇങ്ങനെ അനുഭവിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞാൻ ഒറ്റപ്പെടലിന്റെ വീഡിയോ ഇട്ടപ്പം എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇത്ര ഇതായിട്ടല്ല. ഒറ്റപ്പെട്ട് താമസിക്കുന്നത്, മക്കളെ നോക്കാത്തതും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഭാര്യയിൽ നിന്നുള്ള ഇത് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഒന്ന് ആലോചിച്ചു നോക്കെ. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാർ അനുഭവിക്കും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ എപ്പോഴായാലും നമ്മൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും എല്ലാം
മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടി മാത്രം നമ്മൾ ചെയ്യരുത്. നമുക്ക് വേണ്ടി ഇത്തിരി കരുതണം. നമ്മളുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ആരും നമ്മളെ ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മക്കളുണ്ടെന്നും പറഞ്ഞോ, ഭാര്യ ഉണ്ടെന്നും പറഞ്ഞോ, ഭർത്താവ് ഉണ്ടെന്നും പറഞ്ഞോ ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനം നമ്മുടെ വീട്ടിൽ വേണം. നമ്മുടെ വീട്ടിൽ നമുക്ക് കയറി കിടക്കാനുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു മനുഷ്യനെയും നമുക്കിപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇതൊരു വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിച്ചാണ്. പല ആൾക്കാരും ഒരുപാട് പേര് ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരും ഒക്കെയുണ്ട്. ഇതുപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാ മക്കൾക്ക് കൊടുത്തിട്ട് അച്ഛന്മാര് കിടന്ന് വിഷമിക്കുന്നുണ്ട്. നമ്മളെല്ലാം അമ്മമാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്നാണ് ആ മനുഷ്യൻ വീഡിയോ എന്നോട് പറഞ്ഞത്. ടീച്ചർ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, നമുക്കൊരു കാരണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്കൊരു സ്ഥാനം വേണം നമ്മുടെ വീട്ടില്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും വേണം. മറ്റൊരാള് നമ്മളെ ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ബൈ.